ചങ്ങനാശ്ശേരി അതിരൂപത തൃക്കൊടിത്താനം സെൻറ് സേവ്യേഴ്സ് ഫെറോന ദേവാലയം കഴിഞ്ഞ ജൂൺ 30 സാക്ഷ്യം വഹിച്ചത് വളരെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾക്കാണ്. ദുക്രാന തിരുനാളിനോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളുടെ ഭാഗമായി പള്ളിമുറ്റത്ത് ചെണ്ടയിൽ അരങ്ങേറ്റം കുറിച്ചത് ഇടവക വികാരി ഫാദർ ആന്റണി ഏത്തക്കാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള 23 അംഗ സംഘമാണ്. മേളപ്രമാണി RLV ശ്യാം ശശിധരൻ്റെ ശിക്ഷണത്തിൽ 4 മാസത്തെ തീവ്ര പരിശീലനത്തിലായിരുന്നു പഠനം. നടത്തുകൈക്കാരനായ സജി മാളിയേക്കലും മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ 23 അംഗ സംഘമാണ് പള്ളി അങ്കണത്തിൽ ചെണ്ടയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഞായറാഴ്ച വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് 23 അംഗ സംഘത്തിൻ്റെ അരങ്ങേറ്റവും 100 പേർ അവതരിപ്പിച്ച സംഘനൃത്തവും 100 പേർ അടങ്ങുന്ന ഗായക സംഘത്തിൻ്റെ പാട്ടും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പ്രത്യേക ബാൻഡ് സെറ്റ് പരിപാടികളും മാർഗംകളിയും നടന്നത്. ഇടവക വികാരി ചെണ്ട പഠിക്കുന്നതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞപ്പോൾ ഇടവക സമൂഹം ഒറ്റക്കെട്ടായിട്ടാണ് ചെണ്ട പഠിക്കാൻ മുന്നോട്ട് വന്നത്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സാധ്യതകളുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. 2070 കുടുംബങ്ങളുള്ള വലിയൊരു ഇടവകയാണ്. അപ്പോൾ നല്ല കഴിവുള്ള ആളുകൾ കലാരംഗത്തും സാംസ്കാരിക സാമുദായിക സാഹിത്യ രംഗത്തും തൊഴിൽ രംഗത്തും ഒക്കെ ഒത്തിരിയധികം ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. ഇവിടെ പുതിയതായിട്ട് ആരംഭിച്ച ചില പദ്ധതികളോട് ആളുകളുടെ സഹകരണം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയുള്ള ഒരു ചെണ്ട വാദ്യമേളത്തിൻ്റെ ഒരു പരിശീലനം നടത്തിയാൽ അത് നന്നായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഐഡിയ ആളുകളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് വന്നത്. ഇവിടെ കുട്ടികൾക്കൊരു ബാൻഡുണ്ട്, പെൺകുട്ടികൾക്കൊരു ബാൻഡുണ്ട്, പിന്നെ എൻ്റെ കലാരംഗത്തൊക്കെ ഒത്തിരിയധികം ശോഭിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒത്തിരി സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കി ആളുകൾ തന്നെ നമുക്കിത് പഠിച്ചാലോ എന്നിങ്ങനെ വന്ന അഭിപ്രായം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങുകയായിരുന്നു. എനിക്ക് പണ്ട് മുതലേ ഈ ചെണ്ടയോടൊരു പ്രത്യേകമായ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇത് കൊട്ടുന്നത് കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് ഇവിടെ നമ്മുടെ തൊട്ടുമുറ്റത്ത് ഇങ്ങനൊരു അവസരം വന്നപ്പോൾ ഞാനും കൂടെ എന്നാ പരിശീലിച്ചേക്കാം എന്ന് കരുതി അവർക്കൊരു ആവേശം കൊടുക്കുകയായിരുന്നു. ഇത്രയൊക്കെ എത്തൂ എന്ന് ഞാൻ പോലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഇതിനെ പറ്റിയ ഒരു ആശാനെ വേണമായിരുന്നു. ആശാനെ അന്വേഷിച്ച് ഞങ്ങൾ ഏറ്റവും മികച്ച ഒരു ആശാനെ അന്വേഷിച്ച് പോയപ്പോൾ RLV
കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സിൽ ബിരുദം നേടിയ ഒരു ആശാൻ ഉണ്ടെന്നറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് ശ്യാം ശശിധരൻ എന്നാണ്. അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു. ആളുകൾ തന്നെ അതൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം ഇവിടെ ഒരു ദിവസം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര മാസങ്ങൾ കൊണ്ട് നമുക്കിത് പഠിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യവും ആഗ്രഹവും ഉണ്ടെങ്കിൽ 2 മാസത്തിനുള്ളിൽ നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞാൻ ആളുകളോട് പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് ഒരു 10-30ഓളം ആളുകൾ വന്ന് ഇതിൽ ചേരുകയും പരിശീലനം ആരംഭിക്കുകയുമായിരുന്നു. ജൂലൈ 3-ാം തീയതിയാണ് ദുഃഖ്രാന തിരുനാൾ. തോമസ് ലീഹ AD 52 ഭാരതത്തിൽ വന്ന് ഈശോയെ പ്രസംഗിച്ചു, അറിയിച്ചു. അതനുസരിച്ച് ഇവിടെയുള്ളവർ മാർത്തോമ നസ്രാണികൾ എന്ന പേരിൽ വിശ്വാസികളായി. ഈശോയുടെ അരുമ ശിഷ്യനായിരുന്നു തോമസ് ലീഹ. അദ്ദേഹം ഈശോയെ അനുഭവിച്ചറിഞ്ഞ ആ അനുഭവങ്ങളാണ് ഇവിടെ വന്ന് ആളുകളുമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ തോമസ് ലീഹയുടെ ഒരു ഓർമ്മ തിരുനാളാണ് ദുഃഖ്രാന. നമ്മൾ നമ്മുടെ പിതാക്കന്മാരുടെ ചാത്തം ആഘോഷിക്കുന്നത് പോലെയുള്ള ഒരു മരണത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇവിടെ ആചരിക്കുന്നത്. അപ്പോൾ തോമസ് ലീഹ ഇവിടെ വന്നു, ഭാരത മണ്ണിൽ വന്ന് വിശ്വാസം കൊടുത്തു, ഭാരത മണ്ണിൽ തന്നെ രക്തസാക്ഷിയായി തീർന്നു. അതുകൊണ്ട് ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ തോമസ് ലീഹായോടും നമ്മുടെ വിശ്വാസ പാരമ്പര്യത്തോടും ഒക്കെ അഭിനിവേശം ഉണ്ടാക്കാനും അതിൻ്റെ ഓർമ്മ നിലനിർത്താനും വേണ്ടിയാണ് ആഘോഷമായിട്ട് തന്നെ ഈ ഓർമ്മ തിരുനാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ജൂലൈ 3-ാം തീയതി പൊതു അവധി അല്ലാത്തത് കൊണ്ടും ഞായറാഴ്ച എല്ലാവർക്കും സൗകര്യമായതുകൊണ്ടും ആഘോഷ പരിപാടികൾ ഇന്ന് വൈകുന്നേരം നടത്തുകയാണ്. വൈകിട്ടത്തെ 4:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായ പ്രദക്ഷിണത്തിന് ഇവിടുത്തെ തന്നെ ബാൻഡ് സെറ്റുകൾ, കുട്ടികളുടെ ബോയ്സിനും ഗേൾസിനും പ്രത്യേക ബാൻഡ് സെറ്റ് ഉണ്ട്. അതുമൊക്കെ ആയിട്ടാണ് പ്രദക്ഷിണം നടത്തുന്നത്. വിശുദ്ധ തോമസ് ലീഹയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണ്. അതിനുശേഷം ആ രൂപം നമ്മൾ ഈ കലാസന്ധ്യ നടക്കുന്ന വേദിയിൽ പ്രതിഷ്ഠിക്കും. അവിടെ പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട്. അതിനുശേഷമാണ് കലാസന്ധ്യ ക്രമീകരിച്ചിരിക്കുന്നത്.